ഹലോ, ഇതെൻ്റെ മോനാണ്, ഇളയ മോനാണ്. ഇവൻ്റെ പേര് അസ്ലാൻ. ഇവൻ്റെ വീഡിയോ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ക്യാപ്ഷൻ നോക്കിയപ്പോൾ പെട്ടെന്ന് കിട്ടിയൊരു ക്യാപ്ഷനാണ് ക്രിയേറ്റീവ് മെമ്മറീസ്. കാരണം നമ്മൾ ഇടുന്ന ഓരോ ഫോട്ടോകളും നമുക്ക് പിന്നീടത്തേക്കുള്ളൊരു ഓർമ്മകളാണല്ലോ. അപ്പോൾ ആ ക്യാപ്ഷൻ ഇട്ട ആ സമയത്ത് ഞാൻ ഓർത്തത് എനിക്ക് എന്തുകൊണ്ട് ഈ ഇവിടെ നടക്കുന്ന നമ്മുടെ ഡെയിലി ലൈഫ് വീഡിയോ ആക്കിയിട്ട് കഴിഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം നമ്മൾ എന്തായാലും ഇങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ അവസ്ഥ ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് ഓർക്കാമല്ലോ നമ്മുടെ പഴയ കാര്യങ്ങൾ. അതിനുവേണ്ടി നമ്മുടെ മെമ്മറീസ് ഉണ്ടാക്കിയാൽ എന്താണെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ മെമ്മറീസ് ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ ഞങ്ങളുടെ ഡെയിലി ലൈഫിലെ ഒരു വ്ളോഗ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ചെക്കൻ റെഡി ആയിട്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഇത് ഇളയ ആളാണ്. ഇവൻ്റെ മൂത്ത് 2 പേരുണ്ട്. അവർ നാട്ടിലാണ്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോകണം. എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാണ്. ഞങ്ങൾ എവിടെ പോണേ? എവിടെ പോണേ? നമ്മൾ പറ, എവിടെ പോണേ? അപ്പോൾ ആള് റെഡിയാണ്. പോവാ, ടാറ്റ പോവാ, ടാറ്റ. ഓക്കെ. അപ്പോൾ നമ്മൾ സയൻസ്ബറിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സയൻസ്ബറിയിൽ അവിടെ അർഗോസിൻ്റെ ഷോറൂമിലാണ് നമുക്ക് വാങ്ങേണ്ടത്. കാറ് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ സ്ഥലത്തെത്തി. ഇനി നമ്മുടെ ഫോണിലൊരു കോഡുണ്ട്. ആ കോഡായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം. ആളിവിടെ ഉഷാറാണ്. ഹലോ, പോവാ, ടാറ്റ പോവാ. ആ വാ, ടാറ്റ പോവാ, ഇറങ്ങ്, പോവാ. എന്താ പറയണേ? ഈ ഒരു വണ്ടി ഉണ്ടോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു പേര്, ജായിക്കോ. എനിക്ക് തോന്നുന്നു ചൈനീസ് വണ്ടികളാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ചൈനീസ് വണ്ടികൾ ഒരുപാട് ഇറങ്ങുന്നുണ്ടല്ലോ. എവിടെയൊക്കെ പോണേ? എവിടെയൊക്കെ പോണേ? എവിടെയൊക്കെ പോണേ? ബാ, നേരെ പോ, അങ്ങോട്ട് പോ, ഷോപ്പിലോട്ട് പോ. ബാ. പർച്ചേസിന് വന്നതെന്ന് വിചാരിച്ച് ട്രോളി എടുക്കാൻ പോകണം. നമുക്ക് ട്രോളിയുടെ ഒന്നും ആവശ്യമില്ല. ഇത് കണ്ടോ, ഈ സമ്മറായി കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ചെടികളൊക്കെ നിറയെ എല്ലാ ഷോപ്പുകളിലും ഉണ്ടാവും. ചെടികൾ എല്ലാത്തരം നല്ല ചെടികളാണ്, ഫലവൃക്ഷങ്ങളെല്ലാം തോന്നുന്നു. ആളിവിടെ നിറയെ സാധനങ്ങളുണ്ട്, അതിനകത്ത് നോക്കി നിൽക്കുകയാണ്. ബാ, ഇങ്ങോട്ട് വാ, ബാ ബാ, കം. Hey, come on, come on. അപ്പോൾ അർഗോസ് എത്തി. ഇനി ഞാൻ സാധനം വാങ്ങി വെച്ച് വരാവേ.
അപ്പോൾ നമ്മുടെ ഐറ്റം കിട്ടി. ഐറ്റം 2 ഐറ്റമാണ്. ഇത് മോൾക്ക് വേണ്ടി, കാര്യം ചെറുതൊന്നുമല്ല കേട്ടോ മോള്, പക്ഷേ അവൾക്കിത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പെപ്പ പിഗിൻ്റെ വാങ്ങിച്ചാണ്. പിന്നെ ഒന്ന് ഒരു കാസിയോടെ G-Shock പോലത്തെ ഒരു വാച്ച്, അവ രണ്ടും കിട്ടിയിട്ടുണ്ട്. ഇനി ചെറിയൊരു പർച്ചേസ് ഉണ്ട്, അത് കഴിഞ്ഞാൽ നേരെ വീട്ടിലോട്ട്. അപ്പോൾ നമുക്ക് പോവേണ്ടിയിരുന്നത് ടെസ്കോയിലാണ്, പക്ഷേ ടെസ്കോ ഇന്ന് അവധിയാണ്, ബാങ്ക് ഹോളിഡേ ആയിട്ട്. അപ്പോൾ തൽക്കാലം കുറച്ച് പച്ചക്കറി വാങ്ങാൻ വേണ്ടി അൽദിയിലേക്ക് വന്നേക്കാണ്. അൽദി തുറന്നിട്ടുണ്ട്. ഓക്കെ, പോവാം. അപ്പോൾ പർച്ചേസൊക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വീട്ടിലേക്കാണ്. ഇന്ന് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ബാങ്ക് ഹോളിഡേ ആയിരുന്നു, അതുകൊണ്ടാണ് മെയിൻ കടകളിലൊന്നും തുറന്നിട്ടില്ല. ഞാനും ഇവിടുന്ന് പോകുമ്പോൾ ആലോചിക്കുന്നുണ്ട്, ഇന്ന് എന്താ മൺഡേ ആയിട്ട് ഇവിടെ വണ്ടിയും ഇതൊന്നും ഇല്ലാത്ത, റോഡൊക്കെ ഫുൾ കാലിയാണല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അതവിടെ കടയിൽ വന്നപ്പോൾ മനസ്സിലായ. പക്ഷേ സയൻസ്ബറി തുറന്നിട്ടുണ്ട്, അൽദി തുറന്നിട്ടുണ്ട്, ടെസ്കോ ആണ് തുറക്കാത്തത്. ഇനി ഉച്ചവരെ തുറന്നിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അത് കഴിഞ്ഞു, പർച്ചേസും കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ നാളെ ഇത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോകണം. അവൻ നാട്ടിലോട്ട് പോകണം, അവൻ ഇരിഞ്ഞാലക്കുടയിലുള്ളതാണ് ആള്, ആളുടെ കൊടുത്തു വിടണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.